ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനിവിടെ ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ വിചാരിച്ചു ഇന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരമണിക്കൂർ മുന്നേ ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിരുന്നു. അങ്ങനെ അതെടുത്ത് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായി പൊടിക്കൊന്നും വേണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം അത് നന്നായി വെള്ളത്തിൽ കഴുകുക. അപ്പോൾ അതിൻ്റെ തോലൊക്കെ അങ്ങനെ പോയിക്കോളും. അങ്ങനെ കഴുകി വൃത്തിയായി തോലൊക്കെ കളഞ്ഞ് നമ്മൾ ഒരു കുക്കറിലിട്ട് വേവിക്കുകയാണ്. അപ്പോൾ കുക്കറിലിട്ട് നന്നായി വേവിക്കുക. ഒരു 4 വിസിലൊക്കെ അടിച്ചാൽ അത് വെന്തോളും. അങ്ങനെ അത് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വിസിലൊക്കെ പോയി ആറിയതിന് ശേഷം എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര, ഏലക്കായ് പൊടിച്ചതുണ്ടെങ്കിൽ അത്, പിന്നെ ചിലരൊക്കെ ചക്കര ഒക്കെ ഇടും. അതിട്ടാൽ കുറച്ചും കൂടി പഞ്ചസാരനേക്കായും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ പഞ്ചസാര ഉള്ളത്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വീണ്ടും ഒന്നും കൂടി വേവിക്കണം. അങ്ങനെ വേവിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. തേങ്ങ കുറേ ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു അരമുറി തേങ്ങക്കാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ആ സാധനം എത്രയുണ്ടോ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവും കൂടുതലാക്കുക. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം എൻ്റെ സാധനം അത്ര കൂടുതലൊന്നും ആവശ്യമില്ല, എനിക്ക് കുറച്ചിട്ടാൽ മതി. അപ്പം നമ്മൾ എത്രയോ ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് സാധനത്തിൻ്റെ അളവുകൾ. അങ്ങനെ നന്നായി വേവിച്ചെടുത്ത് ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കുക്കിംഗ് ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവാണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.